നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കർക്കിടക വാവ്, അതായത് 2026 കർക്കിടക വാവ് എന്ന്, എപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അമാവാസിയുടെ ഡ്യൂറേഷൻ പറയാം ആദ്യം. പിന്നെ ഇടാൻ പാടില്ലാത്ത അശുഭ മുഹൂർത്തങ്ങൾ പറയാം. അതിനുശേഷം ഏറ്റവും ബെസ്റ്റ് ടൈം, ഇടാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ ഉത്തമമായിട്ടുള്ള സമയവും പറയാം. ഓക്കെ. അപ്പോൾ കർക്കിടക വാവ് 2026 കർക്കിടക വാവ് വരുന്നത് ഓഗസ്റ്റ് 12 ഓക്കെ. ഓഗസ്റ്റ് 12 വെളുപ്പിന് 1:53 AM മുതൽ ഓഗസ്റ്റ് 12 തന്നെ രാത്രി 11:06 PM വരെയാണ് അമാവാസി നിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഏകദേശം 20 മണിക്കൂറോളം ഉണ്ട് അമാവാസി. ഓക്കെ. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതാണ്, അന്ന് രാഹുകാലം ഉച്ചയ്ക്ക് 12:27 PM മുതൽ 1:59 PM വരെയാണ് രാഹുകാലം ഈ കർക്കിടക വാവ് ദിവസം. ഓക്കെ. അപ്പോൾ ഇത് കൂടാതെ അശുഭകാലം, മോശപ്പെട്ട സമയങ്ങൾ വേറെയുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇതാണ്, രാവിലെ 7:50 AM മുതൽ രാവിലെ 9:22 AM വരെ യമഖണ്ഡ കാലമാണ്. ആ സമയത്ത് നമ്മൾ ബലിയിടാൻ പാടില്ല. ഓക്കെ. അശുഭകാലമാണ്. അപ്പോൾ രാവിലെ വരുന്നത് ഇത് മാത്രമല്ല, ഗുളിക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ നമ്മൾ കേരളത്തിലുടനീളം ഷാർപ്പ് ഇത് തന്നെ ആവണമെന്നില്ല. ഒരു 2-3 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവാം. ഓക്കെ. പല സ്ഥലത്തും അതിനകത്തും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ രാഹുകാലം തന്നെ ഞാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് 12:27 PM മുതൽ 1:59 PM വരെയാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ടൈമാണ് ഷാർപ്പ്. അപ്പോൾ അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ കണക്ക് കൂട്ടി ആ സമയത്ത്, അതായത് കഴിവതും ഒരു ഉച്ചയ്ക്ക് 12:15 തൊട്ട്, ഓക്കെ, ഉച്ചയ്ക്ക് 12:15 തൊട്ട് ഉച്ചയ്ക്കൊരു 2:15 മണി വരെ കഴിവതും നമ്മൾ ഒഴിവാക്കാം, ബലിയിടുന്നത് ഒഴിവാക്കാം. രാഹുകാലം തന്നെ പല സ്ഥലത്തായിട്ട് പല ടൈമിലാണ്, 1-2 മിനിറ്റ് വ്യത്യാസം വരത്തുള്ളൂ. ഞാനത് 10-15 മിനിറ്റ് കയറ്റിയിട്ടിരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ യമഖണ്ഡ കാലത്തിനും ഒക്കെ ഇത് ബാധകമാണ്. പിന്നെ ഗുളിക കാലം വരുന്നത് രാവിലെ 10:55 AM മുതൽ ഉച്ചയ്ക്ക് 12:27 PM വരെയാണ് ഗുളിക കാലം. അതും നമ്മൾ അവഗണിക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് തന്നെ ദുർമുഹൂർത്തം വരുന്നത് 12:02 PM മുതൽ 12:51 PM വരെയാണ്. പിന്നെ വർജിക്കേണ്ട മുഹൂർത്തം എന്ന് പറയുന്നത് രാത്രി 7:46 PM മുതൽ 9:14 PM വരെ വർജിക്കേണ്ട മുഹൂർത്തമാണ്. അപ്പോൾ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? ഓക്കെ. അമാവാസി നിൽക്കുന്നത് ഓഗസ്റ്റ് 12 രാവിലെ 1:53 AM മുതൽ ഓഗസ്റ്റ് 12 രാത്രി 11:06 PM വരെയാണ്.
ഇതിൽ ആ ദിവസം അഭിജിത്ത് മുഹൂർത്തം ഇല്ല. ഓക്കെ. അമൃതകാലം അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തവും ഏതാണ്ട് ഒരേ സമയത്ത് വരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം കർക്കിടകവാവ് ബലിയിടുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വെളുപ്പിന് 4:36 AM മുതൽ രാവിലെ 5:30 AM വരെയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ബലിയിടുന്നത്. അപ്പോൾ ഏകദേശം നമുക്കറിയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബ്രഹ്മമുഹൂർത്തം വരുന്നത് അന്നത്തെ ദിവസം 4:42 AM മുതൽ 5:30 AM വരെയാണ്. അപ്പോൾ അമൃതകാലം വരുന്നത് 4:36 മുതൽ 5:30 AM വരെ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്, രാവിലെ 4:36 AM മുതൽ 5:30 AM വരെ. അപ്പോൾ വർജിക്കേണ്ട ടൈം ആദ്യം ഞാൻ പറഞ്ഞു. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ രാവിലെ ഏകദേശം വെളുപ്പിന് 1:53 മുതൽ AM മുതൽ ഏകദേശം രാവിലെ 5:30 AM വരെ പൊതുവെ വലിയ കുഴപ്പമില്ലാത്ത സമയങ്ങളാണ്. അപ്പോൾ വർജിക്കേണ്ട സമയങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കർക്കിടകവാവ് ദിവസം ബലിയിടാനും വലിയ തിരക്കൊന്നുമില്ലാതെ, അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഈ വലിയ തിരക്കുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ബലിയിടണമെന്നാണ് ഞാൻ പറയുന്നത്. എളുപ്പത്തിന് വേണ്ടി ചിലർ പോയി ആൾ കുറവുള്ള സ്ഥലത്തൊക്കെ ചെല്ലും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു കോമൺ സെൻസ് വെച്ചാൽ ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ വഴി കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ കൈയടിച്ച് വിളിച്ചാൽ അയാൾ ചിലപ്പോൾ കേട്ടെന്ന് വരത്തില്ല. അതേസമയം 500 പേര് ഒരുമിച്ച് കൈയടിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ അവിടെ നിൽക്കും. ഏതാണ്ട് അതുപോലെ സംഭവം ഇതാണ്. വളരെയധികം ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ചെയ്യുക. അതായത് സമൂഹമായിട്ട് ബലിയിടുന്നതൊക്കെ തന്നെയാണ് നല്ലത്. അപ്പോൾ എല്ലാവർക്കും കർക്കിടകവാവ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.